വൈകി മാത്രം തിരിച്ചറിവ് വരുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് CPM. പഴയ കാലത്തേക്ക് തന്നെ നമുക്കൊന്ന് തിരിച്ചു പോകാം. സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1947 ആഗസ്റ്റ് 15 മുതൽ പല വർഷങ്ങളോളം, നിരവധി വർഷങ്ങളോളം കരിങ്കൊടി ഉയർത്തി. അങ്ങനെ ദേശദ്രോഹത്തിന്റെ പാർട്ടിയായി മാറി CPM. പിന്നീടോ ട്രാക്ടറിനെ എതിർത്തു. അതിനുശേഷം കമ്പ്യൂട്ടറിനെ എതിർത്തു. നാഷണൽ ഹൈവേയും അതിവേഗപാതയെയും ഒക്കെ എതിർത്തു. പിന്നീട് ഇതെല്ലാം ഞങ്ങളുടെ സംഭാവനയാണ് എന്ന രീതിയിൽ മാറ്റി പറഞ്ഞു. സ്വാതന്ത്ര്യം നേടിത്തന്നത് ഞങ്ങളാണെന്ന് വരെ പറഞ്ഞു വെച്ചു. കയ്യിൽ 2 ലാപ്ടോപ്പ് ഇല്ലാതെ നടക്കുന്ന നേതാക്കളില്ലാതായി. ട്രാക്ടറിന് വേണ്ടി സമരം നടത്തി. അവസാനം അതിവേഗപാത ഞങ്ങളുടെ സംഭാവനയാണ്, നാഷണൽ ഹൈവേ ഞങ്ങളുടെ സംഭാവനയാണ് എന്ന് വരെ വിഡ്ഢിപ്പറച്ചിൽ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കി. ഇപ്പോൾ സ്വന്തം തെറ്റുകളും അവസാനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. 35 വർഷത്തെ തുടർ ഭരണത്തിന് ശേഷം മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ അധികാരത്തിലേറിയപ്പോൾ വെളിയിൽ CPM എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പാർട്ടി. എവിടെ കണ്ടാലും ജനം ഓട്ടിച്ചിട്ടടിക്കും. തുടർന്ന് 15 വർഷത്തെ ഭരണത്തിന് ശേഷം മമതാ ബാനർജി പുറത്തിറങ്ങിയപ്പോഴും അതേ അവസ്ഥയായി. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയാൻ നിവർത്തിയില്ല. തൃണമൂൽ എന്നോ കോൺഗ്രസ് എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ, മമത എന്ന വാക്കുച്ചരിച്ചു കഴിഞ്ഞാൽ അടി കിട്ടുന്ന അവസ്ഥയായി. ഇതൊക്കെ കണ്ട് പേടിച്ചിട്ടാണോ, അതോ തിരിച്ചറിവ് ഇനിയും എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ സമൂഹത്തിൽ നിന്ന് അമ്പാടെ ഇല്ലാതാകും എന്നുള്ള പേടി കൊണ്ടാണോ, അതോ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണോ, അതോ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രതീക്ഷ കൊണ്ടാണോ? എന്തു തന്നെയായാലും തങ്ങളുടെ തെറ്റിനെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വയ്ക്കുന്നു. അത് വെറും വയ്പ് മാത്രമാണോ, അതോ യഥാർത്ഥ തിരിച്ചറിവാണോ എന്ന് വരുന്ന കാലം തെളിയിക്കും. പാർട്ടിക്ക് തെറ്റുപറ്റി, അണികൾക്ക് തെറ്റുപറ്റി, മറ്റ് സംഘടനാ സംവിധാനങ്ങൾക്കെല്ലാം തെറ്റുപറ്റി. പക്ഷേ സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും മാത്രം തെറ്റുപറ്റിയിട്ടില്ല എന്ന രീതിയിലാണ് ഏറ്റുപറച്ചിൽ. എന്നാലും ചില തിരിച്ചറിവുകൾ നല്ലത് തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഒരിടത്തും ഒരു സംസ്ഥാനത്തിലും ഭരണമില്ലാതിരിക്കുന്ന ഈ അവസ്ഥയിൽ പ്രത്യേകിച്ചും ഈ തിരിച്ചറിവ് നല്ലതായിരിക്കുന്നു. കേരളത്തിൽ അമ്പേ പരാജയപ്പെട്ടതിന് ശേഷം ഇത്രയും ദയനീയമായ ഒരു പരാജയം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ പരാജയത്തിന് ശേഷം എന്ത് പരാജയ കാരണം എന്നുള്ള വിശദീകരണത്തിന് ആകെ പറഞ്ഞത് ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ്, അല്ലാതെ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നല്ല.